ഹായ് എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഈസി ഗ്രീൻ പീസ് കറി ചെയ്താലോ? വേഗം തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ എടുക്കുക. ആ തേങ്ങയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും 2 പച്ചമുളകും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചവിടെ വെക്കണം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. എന്നിട്ട് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴയ്ക്കുക. ഒരു 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള പട്ടാണിക്കടല അത് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരിത്തിരിയും കൂടെ വെള്ളം ഒഴിക്കാം. ഇത് മതിയാവുണ്ടാവില്ല. ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അടച്ച് വെച്ചിട്ട് ഒരു 7-8 വിസിൽ നമ്മുടെ അതിനനുസരിച്ച് വേവിച്ച് എടുക്കുക. ഒരു വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പില്ലേ, തേങ്ങ, കുരുമുളക്, പെരിഞ്ചീരകം, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടുള്ള അരപ്പാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്